നമസ്കാരം, ഞാൻ സന്തോഷ്. ഞാനിവിടെ കാണിച്ചു തരുന്ന ഒരു പരീക്ഷണം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആൽക്കലൈൻ വാട്ടർ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഡിഫറൻസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള വ്യത്യാസം അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ആൽക്കലൈൻ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. എനർജിക്കിൻ്റെ ഒരു മെഷീനാണിത്. ഇതിലൂടെ നമുക്ക് സാധാരണ വെള്ളത്തെ ഇത് 5 സൈസിലുള്ള വെള്ളമായിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് 9.5 pHയിലുള്ള കുടിക്കാൻ, നമുക്ക് ശുദ്ധമായിട്ട് കുടിക്കാനുള്ള നല്ല ഒരു ആൽക്കലൈൻ വാട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം അസിഡിക് ആകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം, നമുക്ക് വൈറസ് എല്ലാം നമ്മളെ ഇൻഫെക്ട് ചെയ്യുന്നതെല്ലാം അങ്ങനെ വരുമ്പോഴാണ്. അപ്പോൾ ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വെള്ളം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഡിവൈസാണ്. ഇതിനെ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന നമുക്കറിയാം സ്റ്റെബിലൈസറാണ്. സാധാരണ നമുക്ക് വരുന്ന വെള്ളം ഇത് ടാപ്പ് വാട്ടറാണ് ഈ വരുന്നത്. ടാപ്പ് വാട്ടറിനെ ഈ ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെ ഈ ഫിൽറ്റർ വഴി വരുന്ന വെള്ളമാണ് ഇതിലൂടെ ഈ ഓസിലൂടെ കടന്ന് ഈ മെഷീനിൽ വന്നിട്ട് ഇതിലൂടെയാണ് നമുക്ക് വരുന്ന pH 9.5 അല്ലെങ്കിൽ നമുക്ക് 5 അല്ലെങ്കിൽ 2.5 ഏത് വേണമെങ്കിലും, അസിഡിക് വേണമെങ്കിലും എടുക്കാം, ബ്യൂട്ടി വാട്ടർ എടുക്കാം, ക്ലീൻ വാട്ടർ എടുക്കാം. അതുപോലെ കങ്കൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ വെള്ളം നമുക്ക് ആൽക്കലൈൻ വാട്ടർ നമുക്ക് കുടിക്കാനുള്ള നല്ല വെള്ളം എടുക്കാം. അതിൽ തന്നെ നമുക്കത് 9.5 ഉണ്ട്, 9 ഉണ്ട്, ബാക്കി 8.5 ഉണ്ട്. ഇങ്ങനെ 3 രീതിയിൽ ഈ കുടിക്കാനുള്ള pH വാട്ടറിനെ നമുക്ക് ഇതിനകത്തൂടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് വരുന്ന വേസ്റ്റ് വെള്ളം വരുന്നത് നമുക്ക് ഈ ബക്കറ്റിലേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് വേസ്റ്റ് വാട്ടറായിട്ട് വരുന്ന അസിഡിക് ആയിട്ടുള്ള pH ചാർട്ടിൽ കൊണ്ടുവന്നാണ്. pH ചാർട്ടിൽ ഉണ്ട്. ഇവിടെ നമുക്ക് ശുദ്ധജലം എന്ന് പറഞ്ഞാൽ നമുക്ക് 7, pH 7 ന്യൂട്രലാണ്. അത് മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ 8, 9, 10 എന്ന് പറഞ്ഞാൽ അസിഡിക് ഹൈ ഇത് വരുമ്പോൾ നമുക്ക് ഇത് ആൽക്കലൈനാണ്. 14 pHയിൽ ആൽക്കലൈനിൽ ഏറ്റവും കൂടിയതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അസിഡിക്കാണ് ഇടത്തോട്ട് പോകുന്നത്. 7 മുതൽ 6 മുതൽ 0 വരെ ഏറ്റവും കൂടുതലുണ്ടാവും. അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ആ ഒരു pH മൂല്യം കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സാധാരണ ടാപ്പ് വാട്ടറിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യാം. ടാപ്പ് വാട്ടർ കാണിക്കുന്നത്, ടാപ്പ് വാട്ടറിൻ്റെ ഇതിനകത്ത് വരുന്ന pHന്റെ വ്യത്യാസം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആൽക്കലൈൻ വാട്ടറിന്റെ ഒരു pH മൂല്യം അതെങ്ങനെയാണെന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ നമ്മൾ സ്പ്രൈറ്റ് എല്ലാവരും കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമുക്കറിയാം pH സൊല്യൂഷനാണിത്. ഇൻഡിക്കേറ്റർ pHന്റെ ബാലൻസ് ചെയ്യുന്ന സൊല്യൂഷനാണത്. അപ്പം ഇത് നമ്മൾ കുറച്ച് 2 തുള്ളി ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇത് നമ്മളെടുത്ത ടാപ്പ് വാട്ടറാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്ത ആൽക്കലൈൻ വാട്ടറാണ് ഇത് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മളെടുത്ത സ്പ്രൈറ്റ്. ഇത് നമുക്ക് ഈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇത് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്പ്രൈറ്റ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ ഏകദേശം pH മൂല്യത്തിൽ വരുമ്പോൾ 4, അസിഡിക്കിൽ വരുമ്പോൾ 4ാമത്തെ റേഷ്യോയിൽ കാണും. അതുപോലെ നമ്മൾ കുടിക്കാൻ എടുക്കുന്ന ഇതുണ്ടോ ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 9.2 ആണ്. ഇത് 9.2ലാണ് നമ്മൾ കുടിക്കാൻ എടുത്തിരിക്കുന്ന ആൽക്കലൈൻ വാട്ടറാണ്. അതുപോലെ ഇത് നമ്മൾ വെള്ളം നമ്മുടെ സർക്കാരിൻ്റെ വാട്ടർ അതോറിറ്റി തരുന്ന സാധാരണ വെള്ളമാണ്. ടാപ്പിൽ നിന്ന് എടുത്ത വെള്ളമാണ്. അതും ഏകദേശം നമുക്ക് ഒരു ഇതിൻ്റെ അടുത്ത് വരും. അതായത് pH ന്യൂട്രൽ അല്ല, അതായത് നമുക്ക് ഏകദേശം ഒരു 7 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഒരു മൂല്യമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കിട്ടുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനെ നമുക്ക് ഇനി pHയുടെ എന്താണ് വ്യത്യാസം വരുന്നത് കാണിക്കാം. അതായത് നമ്മുടെ ശരീരം നമ്മളിത് കുടിക്കുന്നതിന് മുമ്പ് അസിഡിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആൽക്കലൈൻ വാട്ടർ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ പോകുന്നതെന്ന് കാണിച്ചു തരാം.
അതായത് സാധാരണ വെള്ളത്തെ നമ്മൾ pH ന്യൂട്രലിൽ വരുന്ന വെള്ളത്തെ നമ്മൾ ആൽക്കലൈൻ വാട്ടർ കുടിക്കുമ്പോൾ എങ്ങനെയായി മാറുന്നു നോക്കിയിട്ടുണ്ടോ? ഇത്ര ഒഴിച്ചപ്പോഴത്തേക്കും ഇതും ആൽക്കലൈൻ വാട്ടറിന്റെ ആ ഗുണത്തിലേക്ക് വന്നു. ഇനി നമ്മൾ ഇതിന്റെ എത്ര ഇരട്ടി ചേർത്താൽ പോലും ഇത് എങ്ങനെ മാറുന്നു നോക്കാം. നമ്മുടെ ശരീരം അസിഡിക് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അതിനെ ആൽക്കലൈൻ ആക്കി മാറ്റിയാലാണ് രോഗ വിമുക്തമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് എത്രത്തോളം ഇത് കണ്ടോ, ഇത് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടും ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇതിന്റെ എത്ര 3000 ഇരട്ടിയെങ്കിലും വെള്ളം ഒഴിച്ചാലാണ് ഇതിനെ നമുക്ക് ഇത് കണ്ടോ ആ ഒരു വ്യത്യാസമാണ്. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്പ്രൈറ്റ് നമ്മൾ എത്ര നമ്മുടെ ശരീരത്തിന് ആൽക്കലൈൻ ആവണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, ശരീരം അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്തൊക്കെ മനസ്സിലാക്കുന്നത്. അസിഡിക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് ആൽക്കലൈൻ വാട്ടർ കുടിച്ചാൽ നമ്മുടെ ശരീരം അസിഡിക്കിൽ നിന്ന് ആൽക്കലൈനിലേക്ക് മാറും. അതായത് ന്യൂ ബോൺ ബേബീസിനൊക്കെ നല്ല സ്മെല്ല് ശരീരത്തിൽ ഉണ്ടാകും, കാരണം അവരുടെ ശരീരം ആൽക്കലൈൻ ആയതുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ എപ്പോഴും ആൽക്കലൈൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് അസുഖം വരാതെ നമുക്ക് കാത്തുരക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ എല്ലാവരും ആൽക്കലൈൻ വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ശരീരത്തിന് ആവശ്യം അതാണ്. രോഗപ്രതിരോധ ശേഷി കിട്ടും. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം.